ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അത് ലേണിംഗ് ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം എന്നുള്ളത് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചൈൽഡ് അബ്യൂസ് ആൻഡ് ചൈൽഡ് ലേബർ എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വിഷയത്തിൽ അത് ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു 19% ആളുകൾ കുട്ടികളാണ് ഇന്ത്യയിലുള്ള പോപ്പുലേഷനിൽ. മാത്രമല്ല അവിടെ ഇതിൻ്റെ നേരെ താഴെയായിട്ട് വ്യത്യസ്ത രൂപത്തിലുള്ള ഡെഫിനിഷൻസ് നൽകുന്നുണ്ട്. ഗാർഡൻ ഗ്രേ നൽകുന്ന ഡെഫിനിഷൻ, കെമ്പെ നൽകുന്ന ഡെഫിനിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ചിൽഡ്രന് അവർക്ക് ഒരു ആക്സിഡൻ്റ് അല്ലാതെ അതിന് പുറമെ ഒരു ഫിസിക്കലായിട്ട് അവിടെ നേരിടേണ്ട ഇഞ്ചുറികളാണ് എന്ത് ചെയ്യുക, ചൈൽഡ് അബ്യൂസ് എന്ന് പറയുക. അവിടെ ചൈൽഡ് പോപ്പുലേഷൻ വർക്കിംഗ് ചിൽഡ്രൻ പറയുന്നത് 8.4 മില്യൺ വർക്കിംഗ് ചിൽഡ്രൻ എന്തുണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കും. മാത്രമല്ല അവിടെ ചൈൽഡ് ലേബർ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഡെഫിനിഷൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ലേബർ പുതിയ കാലഘട്ടങ്ങളിൽ ചൈൽഡ് ലേബറിൻ്റെ വ്യവസ്ഥകൾ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലുള്ള ചൈൽഡ് ലേബറിൻ്റെ പെർസെൻറ്റേജ് മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ടൈപ്സ് ഓഫ് അബ്യൂസിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, അബ്യൂസിൻ്റെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ടൈപ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അവിടെ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ടൈപ്സ് ഓഫ് ചൈൽഡ് അബ്യൂസിൽ വാട്ട് ഈസ് ചൈൽഡ് അബ്യൂസ് എന്താണ്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് മെനി ഫോംസ് ഓഫ് ചൈൽഡ് അബ്യൂസ് ഇസ് ക്രൂഷ്യൽ. അപ്പോൾ ഇത് ഫിസിക്കൽ, മെൻ്റൽ ഓർ സെക്ഷൽ അബ്യൂസ് ഓർ നെഗ്ലക്റ്റഡ് ഓഫ് എ യങ്സ്റ്റർ ഈസ് നെയ്മഡ് ആസ് ചൈൽഡ് അബ്യൂസ്. അപ്പോൾ അതിന് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലായിട്ട് സെക്സലായിട്ടുള്ള എന്തൊരു അബ്യൂസ് നമ്മൾ അറിയാം നേരിടേണ്ട ഒരു യങ്സ്റ്റർ നേരിടേണ്ട അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചൈൽഡ് അബ്യൂസ് എന്ന് പറയാം. അവിടെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നൽകുന്നുണ്ട് ചൈൽഡ് അബ്യൂസിനുള്ള. അതിൽ ഫിസിക്കൽ അബ്യൂസിന് ശാരീരികമായിട്ട് ചെയ്യുന്നത് അവിടെ പണിഷ്മെൻറ്റ് ആൻഡ് ആർ എക്സസീവാണ്. ബീറ്റിംഗ് ഓർ സ്ട്രൈക്കിങ് ചൈൽഡ്ഹുഡിനെ അടിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ സിമ്പിളാണ്. അപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ദാറ്റ് ആർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻ മറ്റു കാര്യങ്ങളൊക്കെ. ഇമോഷണൽ അബ്യൂസ് ഉണ്ട്, അതായത് എനാബിലിറ്റി ടു പ്രൊവൈഡ് സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് നൽകാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതുപോലെ ചൈൽഡ് കോൺഫിഡൻസ് എക്സ്ക്ലൂഷൻ നടത്തുക, എക്സോട്ടിങ് ചൈൽഡ് എക്സ്പ്ലോട്ട് ചെയ്യുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ ഓഫ് ചൈൽഡ് സെക്സ്വൽ അബ്യൂസിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ സോഷ്യൽ സയൻസ് ഉണ്ട്, ആക്ച്വൽ സയൻസ് ഉണ്ട്, പാരന്റൽ ഫിഗർ സയൻസ് ഉണ്ട്. ഓക്കെ, ഓരോ ഏജിനനുസരിച്ച് രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ള ഒരു സ്മിയർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ചൈൽഡ് മേ ഹാവ് ട്രബിൾ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ഓർ ദേ മേ ഹാവ് സ്മിയർഡ് ഡേർട്ടി ഓർ ടോൺ അണ്ടർവേസ്. ഒന്ന് എന്ത് ചെയ്യുക, അത് ആക്ച്വൽ സയൻസ് അതൊക്കെ ഉൾപ്പെടുക. അതുപോലെ തന്നെ പാരന്റൽ ഫിഗർ സയൻസ് ഉണ്ട്. ഇനി അടുത്ത നെഗ്ലക്റ്റ് എന്ന് പറയുമ്പോൾ നെഗ്ലക്റ്റിൽ പ്രധാനം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നെഗ്ലക്റ്റ് ഇസ് സോർട്ട് ഓഫ് എ മാൽ ട്രീറ്റ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഡൈനിങ് ഓർ ഓഫറിംഗ് ഓഫ് സഫീഷ്യൻറ്റ് ഫുഡ്, ക്ലോത്തിങ്, കവർ അങ്ങനത്തെ വിഷയങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാന്നുള്ളത്. അവിടെ ഇനാബിലിറ്റി ടു ഷീൽഡ് ഫ്രം ഹേർട്ട്, അബ്സെൻമെൻറ്റ്സ് ഓഫ് കെയർ ഉണ്ട്, അത്തരത്തിലുള്ള രൂപങ്ങൾ എന്താവും ഇത് ഉൾപ്പെടും. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കോസ് ഓഫ് ചൈൽഡ് അബ്യൂസ്, ചൈൽഡ് അബ്യൂസിന് കാരണങ്ങളാണ്. ആദ്യമായിട്ട് നോൺ കംപ്ലയൻസ് ഒരു കാരണമായി പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫൈറ്റ്സ്, ഫാമിലിയിൽ നടക്കുന്ന ഫൈറ്റ്സുകൾ, അതുപോലെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ടാകുന്ന ഫൈറ്റ്സ് മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ അവേഷൻ ഓഫ് സ്റ്റഡീസ്, ഒരാവശ്യമായ രൂപത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നൽകപ്പെടാനുള്ള അവസ്ഥ, അതുപോലെ തന്നെ നെഗറ്റീവ് കോക്സ്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കോക്സ് മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രീവൻസസ്, അതായത് കസ്റ്റമറി ഗ്രീവൻസ് ഫ്രം ദി ടീച്ചേഴ്സ് ഓഫ് ഗാർഡിയൻസ്. ഓക്കെ, ഈ ടീച്ചർമാരിൽ നിന്ന് വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ലോസ് ഓഫ് ഐറ്റംസ്, അതുപോലെ തന്നെ നീഡിനെസ് ഉണ്ട്, ബ്ലാഫ്ഡ് പാരൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്മിസ്ഡ് പാരൻസ്, ഡിപ്പെൻഡൻറ്റ് പാരൻസ് ആണ്, അൺസീസൺഡ് പാരൻസ്, വർക്കിംഗ് പാരൻസ്, സോഷ്യൽ ഐസൊലേഷൻ, സോഷ്യൽ പാരൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉൾപ്പെടാൻ അത് ഒരു എന്താ വെച്ചാൽ സാമൂഹികമായിട്ടൊരു കുട്ടി തനിക്കുക, അതുപോലെ തന്നെ അതിന് വ്യക്തിപരമായിട്ട് ആ കുട്ടി നേരിടേണ്ട വിഷയങ്ങൾ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത് വരിക. അടുത്ത നമ്മൾ പറയുന്നത് എഫക്ട്സ് ഓഫ് അബ്യൂസ് ഓൺ ചിൽഡ്രൻ, ചിൽഡ്രനിൽ ചെയ്യുന്ന അബ്യൂസിൻ്റെ എഫക്റ്റുകളാണ് പറയുക. അവിടെ വ്യത്യസ്തം മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതിൽ ഏലിംഗ് ഹെൽത്ത്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ, ഇത്തരത്തിലുള്ള ഡിസീസ് മറ്റു രോഗങ്ങളൊക്കെ എന്താവും ബാധിക്കും. അപ്പോൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അഡോളൻസസ്, ഡെലിക്വറി ആൻഡ് ക്രിമിനൽ ആക്ട്സ് മറ്റു കാര്യങ്ങളിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ സോഷ്യൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വീക്കെൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷനിങ് ഉണ്ട്, അതിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്, ലെസ് കോഴ്സ് ഉൾപ്പെടും. അതുപോലെ തന്നെ ഷോർട്ട് ടേം പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്. അത് അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് ക്യാൻ യൂസ് ചിൽഡ്രൻ ടു റിയാക്ട് ഇൻ വെറൈറ്റി ഓഫ് വ്യത്യസ്തമായ രൂപത്തിൽ എന്ത് ചെയ്യുക റിയാക്ട് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്ക്. അത് അതിൽ തന്നെ എന്തൊരു ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി വരും, അത് വ്യത്യസ്തമായ രൂപത്തിലുള്ളൊരു സമ്മർദ്ദം മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക നേരിടേണ്ട അവസ്ഥ. അതുപോലെ തന്നെ ചേഞ്ച് സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഇത്തരത്തിലുള്ള അബ്യൂസ് കുട്ടികളെ ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഉറക്കത്തിലുള്ള ഇത് വരും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ബിഹേവിയർ, അതുപോലെ ഫിയർ ഓഫ് അബണ്ടൻമെൻറ്റ് ഉണ്ടാവും, അതുപോലെ ലോ സെൽഫ് എസ്റ്റീം എന്താ അവരെ ബാധിക്കും. അടുത്ത പ്രധാന സംസാരിക്കുന്നത് പ്രോബ്ലംസ് ഓഫ് ചൈൽഡ് ലേബറിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് കോസ് ഓഫ് ചൈൽഡ് ലേബർ, കാരണങ്ങൾ. അത് നീഡ്ലെസ് ഉണ്ട്, അതുപോലെ തന്നെ ലോസ് ആസ്പിറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രെമൻഡസ് ഇൻട്രസ്റ്റ് ഫോർ
ഇൻകംപ്റ്റന്റ് വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇഗ്നോറൻസ്, കുട്ടികൾക്ക് നേരിടുന്ന അവഗണന, മറ്റു കാര്യങ്ങൾ, ഏർലി മാരേജ്, നേരത്തെ കഴിക്കുന്ന വിവാഹങ്ങൾ, അത് യങ് മാരേജ് മേജർ ഫാക്ടർ പോപ്പുലേഷൻ ഗ്രോത്തിനുള്ള പ്രധാനമായ കാരണമാണ് യങ് മാരേജ് എന്നുള്ളത്. അപ്പോൾ തന്നെ സിഗ്നിഫിക്കൻ്റ് എക്സ്പോസ് ട്രെയിനിങ്ങിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അതിന് മൂല്യം മറ്റു കാര്യങ്ങളൊക്കെ വില കൂടിയ കാരണം ബാധിക്കും. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ സെഗ്രിഗേഷൻ, അതുപോലെ തന്നെ ഫാമിലി കസ്റ്റംസ്, ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള ഫാമിലി കസ്റ്റംസ് എന്ത് ചെയ്യും ഇത് ബാധിക്കും എന്നുള്ള പ്രധാനമായിട്ടും. അടുത്തമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് റിസൾട്ട്സ്, അതായത് റിസൾട്ട്സ് എഫക്ട്സ് ഓഫ് ചൈൽഡ് ലേബറിനെ ബാധിക്കുന്ന റിസൾട്ടുകൾ. ലോസ് ഓഫ് ക്വാളിറ്റി യൂത്തിൻ്റെ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ ലോസ് സംഭവിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ പ്രോബ്ലംസ് ബാധിക്കും. അതുപോലെ മെൻ്റൽ ഇഞ്ചുറി ബാധിക്കും കുട്ടികളെ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഒരു കുറവ് എന്ത് ചെയ്യും ബാധിക്കും. അടുത്തൊരു അറേഞ്ച്മെന്റ് ടു റെഡ്യൂസ് ചൈൽഡ് ലേബർ കുറക്കാൻ അറേഞ്ച്മെന്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫ്രീ ട്രെയിനിങ്, കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ട്രെയിനിങ് ഒരു കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ മോറൽ പോളിഷിങ്, ധാർമ്മികമായിട്ടുള്ള പോളിഷിങ് എന്ത് കുട്ടികളെ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എൻകറേജ് ഇൻട്രസ്റ്റ് ടാലന്റ് പ്രിപ്പയർഡ് സ്പെഷ്യലിസ്റ്റ്സ് എന്ത് ചെയ്യുക, ടാലന്റ് അവർ പ്രിപ്പയർഡ് സ്പെഷ്യലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുക കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതായത് ചൈൽഡ് ലേബർ കേസ് വിൽ ഡിക്രീസ് മോർ ടാലന്റ് പ്രിപ്പയർഡ് സ്പെഷ്യലിസ്റ്റ് ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫീൽഡ് ബിക്കോസ് ആൾമോസ്റ്റ് ആൾ ചൈൽഡ് ലേബേഴ്സ് ആർ ഫാൾ ഇൻ ടു ദി കാറ്റഗറി ഓഫ് ഇൻക്രിമെന്റൽ ലേബേഴ്സ്. അപ്പോൾ കുട്ടികളെ ഈ പഠനത്തിൽ നിന്ന് മാറിയിട്ട് അവർ എന്ത് ചെയ്യുക, ജോലിയിലേക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതിലേക്ക് കുട്ടികൾ നീങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് തടയാൻ വേണ്ടിയിട്ട് ടാലന്റഡ് പ്രിപ്പയർഡ് സ്പെഷ്യലിസ്റ്റുകളെ ഇതാക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകാൻ പറ്റുന്നൊരു സൊല്യൂഷൻ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്താണ് സ്ട്രെങ്തൻ ഓഫ് ഡിസ്റ്റിറ്റ്യൂട്ട് ഇൻഡിവിജ്വൽസ് ഇതിൽ ഉൾപ്പെടും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടുകൾ, വ്യത്യസ്തമായ രൂപത്തിലുള്ള ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടുന്നതാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട്, അതുപോലെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെൻറ്റ് റൂൾസ് 2017 വന്നതാണ്. ഓക്കെ, അതുപോലെ ഇന്റർനാഷണൽ ലോസ് ഓഫ് ചൈൽഡ് ലേബർ 1989 യുണൈറ്റഡ് നേഷൻസ് അഡോപ്റ്റ് ചെയ്തൊരു ആക്ടാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് യൂണിസെഫ് വർക്ക് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ഇന്ത്യയിലുള്ള ചൈൽഡ് ലേബറിനെതിരെ യൂണിസെഫ് മുന്നോട്ടെടുത്ത അത് യൂണിസെഫ് ആൾസോ ബീൻ ഫൈറ്റിംഗ് ചൈൽഡ് ലേബർ ഇൻ ഇന്ത്യ ഫോർ എ ലോങ് ടൈം ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ വ്യത്യസ്തമായ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ആക്ട്സ് ഫോർ ചൈൽഡ് വെൽഫെയർ, ഇന്ത്യയിലെ ചിൽഡ്രൻ്റെ വെൽഫെയറിനുള്ള ആക്ട്സുകൾ, അവിടെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് മുമ്പ് പറഞ്ഞ രൂപത്തിലുള്ള ആക്ടുകൾ ഉൾപ്പെടും. ഫാക്ടറീസ് ആക്ട് ഉണ്ട്, മൈൻസ് ആക്ട് ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇത്തരം ആക്ടുകൾ ഉൾപ്പെടും. അതുപോലെ തന്നെ വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ, ഇതിനൊക്കെ പുറമെ എന്തുണ്ട്, ചൈൽഡ് ലേബറിനെതിരൊരു വേൾഡ് ഡേ തന്നെ ഉണ്ട്. ഓക്കെ, 2002 ചൈൽഡ് ലേബറിനെതിരെ വേൾഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത്. COVID-19 കോവിഡ്-19 പാൻഡമിക് എന്ത് ചെയ്യും എത്രയാത്ത രൂപത്തിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യും സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് പറയാൻ സാധിക്കും. എത്രയുള്ള പാഠഭാഗം സിമ്പിൾ ആയിട്ടുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാണ് കരുതുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക.